ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെന്റെ കൈ എനിക്ക് തരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ പണി വാങ്ങിക്കാൻ വേണ്ടിയാണോ നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നത്? നമ്മൾ ഒക്ടോബർ 9 ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളെ ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അപ്പൊ അവര് അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക് അല്ലേ. അപ്പൊ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. വിളിക്കണോ എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. ഇവിടെ മോള് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. മാമിന്റെ അടുത്താണ് ആദ്യം വന്നത് അപ്രോച്ച് ചെയ്യുന്നത് കൊളാബിന്റെ കാര്യം പറയുന്നത്. എന്റെ അടുത്ത് തന്നെ, കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിയോടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയുന്നത്. പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ല ജീവലക്ഷ്മി എനിക്ക് നല്ല ഓർമ്മ. ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിന്നോട്ട് എന്ന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞു വെച്ചാൽ ഡോക്ടറെ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് കണ്ടു, ഈ പറഞ്ഞ വരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.